ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുൻ അടക്കമുള്ളവർക്കായുള്ള തെരച്ചിൽ ഉടൻ പുനരാരംഭിക്കും. തെരച്ചിലിനായി ഗോവ തുറമുഖത്ത് നിന്ന് കൊണ്ടുവന്ന ട്രെഡ്ജർ അല്പസമയത്തിനകം എത്തിച്ചേരും. പുഴയിൽ നാവികസേന അടയാളപ്പെടുത്തിയ സ്ഥലങ്ങളിലെ മണ്ണും കല്ലുകളും ട്രെഡ്ജർ ഉപയോഗിച്ച് നീക്കം ചെയ്യാനാണ് പ്ലാൻ. അരുൺ പൂപ്പറമ്പ് ഷിരൂരിൽ നിന്നും ചേരുന്നു. അരുൺ, അവിടുത്തെ കാലാവസ്ഥ അനുകൂലമാണെന്ന് ഞാൻ കരുതുന്നു. ഗംഗാവാലി പുഴ ശാന്തമായിട്ട് ഒഴുകുന്നു. അവിടെ എനിക്കൊന്ന് അടിയൊഴുക്കം കുറവാണെന്ന് തോന്നുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഇതിൽ നേരത്തെ നിശ്ചയിച്ചിരുന്ന സമയത്തിൽ നിന്ന് കുറച്ച് മാറ്റം ഉണ്ടായിട്ടുണ്ട്. നേരത്തെ 9 മണിയോടെയെങ്കിലും ഈ ഡ്രഡ്ജർ എത്തിക്കുമെന്നാണ് ഈ ഡ്രഡ്ജിംഗ് കമ്പനിയുടെ ഭാഗമായിട്ട് നമുക്ക് ലഭിച്ച വിവരം. പക്ഷേ ഇപ്പോൾ ജില്ലാ കളക്ടർ, ഉത്തര കന്നഡ ജില്ലാ കളക്ടർ മന്ത്രി AK ശശീന്ദ്രൻ നൽകിയിട്ടുള്ള വിവരം അനുസരിച്ച് 11 മണിയോടെ മാത്രമേ ഷിരൂരിലേക്ക് ഈ ഡ്രഡ്ജർ എത്തിക്കൂ എന്നതാണ് അത്തരമൊരു വിവരമാണ് മന്ത്രിക്ക് കൈമാറിയിട്ടുള്ളത്. അതിനുശേഷം ഇതിൻ്റെ ഉപകരണങ്ങൾ ഘടിപ്പിക്കുന്നതിന് വേണ്ടി, അസംബിൾ ചെയ്യുന്നതിന് വേണ്ടി 5 മണിക്കൂർ ആവശ്യമാണ് എന്ന് ഈ ഡ്രഡ്ജിംഗ് കമ്പനി ജില്ലാ ഭരണകൂടത്തിന് അതുമായി ബന്ധപ്പെട്ട വിവരം നൽകിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം വൈകിട്ടോടെ മാത്രമേ ഷിരൂരിൽ തിരച്ചിൽ ആരംഭിക്കൂ എന്ന വിവരമാണ് നമുക്കിപ്പോൾ പുതിയതായി ലഭിക്കുന്നത്. ഞാനിപ്പോൾ ഉള്ളത് ഈ ഗംഗാവലി റെയിൽവേ പാലത്തിന് തൊട്ട് സമീപമാണ്. നിലവിൽ ഈ ഡ്രഡ്ജർ ഇതുവഴിയാണ് കടത്തിക്കൊണ്ടുവരേണ്ടത്. നേരത്തെ ഗംഗാവലിയിലെ പുതിയ പാലം ഇന്നലെ തന്നെ കടന്നിരുന്നു. അതിനുശേഷം യാത്രാമധ്യേ ഇന്നലെ രാത്രി വെളിച്ചക്കുറവ് മൂലമാണ് ഈ ഡ്രഡ്ജർ കരക്കടുപ്പിച്ചത്. ഇനി ഇപ്പോൾ നീങ്ങിത്തുടങ്ങിയാൽ നമ്മളിപ്പോൾ ദൃശ്യത്തിൽ കാണുന്ന ഈ പാലം കടന്നു വേണം ഷിരൂരിലേക്ക് എത്താൻ. ഇവിടെ നിന്ന് ഈ പാലം കടന്നു കഴിഞ്ഞാൽ ഏകദേശം ഒരു കിലോമീറ്റർ മാത്രമേ ഷിരൂരിലേക്ക് ദൂരമുള്ളൂ. അത് വളരെ പെട്ടെന്ന് എത്തിക്കാൻ സാധിക്കും. എന്തായാലും 11 മണിയാണ് ഇപ്പോൾ പറയുന്നത്. അതുമായി ബന്ധപ്പെട്ടാണ് ജില്ലാ കളക്ടർ മന്ത്രി AK ശശീന്ദ്രൻ ആ വിവരമാണ് നിലവിൽ കൈമാറിയിട്ടുള്ളത്. എന്തായാലും തിരച്ചിൽ ഇന്ന് തന്നെ പുനരാരംഭിക്കും, ഉച്ചയ്ക്ക് ശേഷം തന്നെ പുനരാരംഭിക്കും എന്നതാണ്. അതിൻ്റെ സാങ്കേതികമായ ഈ ഡ്രഡ്ജർ എത്തിച്ചാൽ തന്നെ അതിൻ്റെ ഉപകരണങ്ങളൊക്കെ ഘടിപ്പിക്കേണ്ടതുണ്ട്. അത്തരം എക്യുപ്മെൻറ്റ്സ് അസംബിൾ ചെയ്തതിന് ശേഷം ഉച്ചയ്ക്ക് ശേഷം തെരച്ചിൽ പുനരാരംഭിക്കുമെന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും ഏറെ പ്രതീക്ഷയോടെയാണ് ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള തെരച്ചിലിനെ അർജുൻ്റെ കുടുംബം ഉൾപ്പെടെ കാണുന്നത്. നേരത്തെ അതുമായി ബന്ധപ്പെട്ട് ജിതിൻ നമ്മോട് സംസാരിച്ചിരുന്നു. ഡ്രഡ്ജർ ഉപയോഗിച്ച് ഈ മണ്ണ് നീക്കം ചെയ്താൽ ഈ നാവികസേനക്കും ദൗത്യ സംഘത്തിന് കൂടുതൽ ആഴത്തിലിറങ്ങി പരിശോധിച്ച് ഈ നേരത്തെ അർജുൻ ഉൾപ്പെടെ കാണാതായവർക്ക് എന്ത് സംഭവിച്ചു എന്ന കാര്യത്തിൽ ഒരു ഉത്തരം കണ്ടെത്താൻ സാധിക്കും എന്ന പ്രതീക്ഷയാണ് അർജുൻ്റെ കുടുംബം ഉൾപ്പെടെ എന്തായാലും പങ്കുവെക്കുന്നത്. ആ തെരച്ചിലിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് ഇപ്പോൾ ഉള്ളത്. ഈ ഡ്രഡ്ജർ എത്തിച്ചു കഴിഞ്ഞാൽ അത് ഉപകരണങ്ങൾ ഘടിപ്പിച്ച് തെരച്ചിൽ പുനരാരംഭിക്കുമെന്ന വിവരമാണ് ജില്ലാ ഭരണകൂടം നൽകുന്നത്. അതിനും ഞാൻ നിൽക്കുന്ന ഈ റെയിൽവേ മേൽപ്പാലം കടന്നു വേണം എന്തായാലും ഈ ഷിരൂരിൽ ഈ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുള്ള സ്ഥലത്തേക്ക് എത്താൻ. SKN സൂചിപ്പിച്ചതുപോലെ അനുകൂലമായിട്ടുള്ള കാലാവസ്ഥയാണ്. മഴ കുറേ ദിവസമായി ഷിരൂരിൽ മാറി നിൽക്കുന്നുണ്ട്. ഗംഗാവലി പുഴയിലെ അടിയൊഴുക്ക് കുറവാണ്. വളരെ ശാന്തമായാണ് ഗംഗാവലി പുഴ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മറ്റ് പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥയൊന്നും ഇതിലില്ല. എന്തായാലും ഈ ഡ്രഡ്ജർ എത്തിച്ചില്ല, സാങ്കേതിക നടപടികൾ മാത്രമാണ് ഇനി അവശേഷിക്കുന്നുള്ളൂ. അതിനുശേഷം ഒരു മാസത്തിന് പിന്നിട്ട ശേഷം തെരച്ചിൽ വീണ്ടും ഇന്ന് പുനരാരംഭിക്കാൻ വേണ്ടി പോവുകയാണ് SKN. ഓക്കെ, താങ്ക് യു. അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങൾ നൽകിയത്.